വെൽക്കം ബാക്ക് എവരി വൺ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ 50% ഒരു ഇൻഷുറൻസ് ഡിസ്കൗണ്ട് കിട്ടുക എന്നുള്ളതാണ്. ഇത് ശരിക്കും എപ്പോഴുള്ള സംഭവമാണ്, പക്ഷെ നമ്മൾ പലരും യൂസ് ചെയ്യുന്നില്ല, ചിലർക്ക് ഇത് അറിയില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിനെ പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ടേംസ് അറിയേണ്ടതായിട്ടുണ്ട്. IDV എന്ന് പറയുന്നത് ഇൻഷുർഡ് ഡിക്ലയർഡ് വാല്യൂ എന്നുള്ളതാണ്. ഈ ഇൻഷുർഡ് ഡിക്ലയർഡ് വാല്യൂ എന്ന് പറയുന്ന സാധനം ഒരു ഇൻഷുറൻസ് കമ്പനിയും അതേപോലെ തന്നെ അത് യൂസ് ചെയ്യുന്ന ഒരു പോളിസി ഹോൾഡറിനും വളരെ അധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു IDV ആണ് നമ്മുടെ ഇൻഷുറൻസ് കോസ്റ്റ് നിശ്ചയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു IDV ആയിരിക്കും നമ്മുടെ വണ്ടി ടോട്ടൽ ലോസ്, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് ടോട്ടൽ ലോസ് വരുമ്പോഴും അതേപോലെ തന്നെ മോഷണം പോയി നമ്മുടെ വണ്ടി കയ്യിൽ നിന്ന് പോകുമ്പോഴും നമുക്ക് ഈ ക്ലെയിം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് ഈ IDVനെ ഡിപ്പെൻഡ് ചെയ്തനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു IDVൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത വർഷം 10% പ്ലസ് ആഡ് ചെയ്ത് വരും. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വാല്യൂ ആണ് ഇതിൻ്റെ IDV എങ്ങനെയാണ് കുറയുന്നത് ഓരോ വർഷം കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ആ കാര്യം മനസ്സിലായില്ലേ? ഇനി പറയാൻ പോകുന്നത് നോ ക്ലെയിം ബോണസ് ആണ്. ശരിക്കും നമുക്ക് IDV കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം കുറയും. അങ്ങനെ കിട്ടുന്ന ഒരു ഡിസ്കൗണ്ട് ശരിക്കും നമുക്കൊരു ഡിസ്കൗണ്ട് അല്ല. കാരണം നമ്മുടെ പോളിസി സാധാരണ പോളിസി വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാവുമെങ്കിലും അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആക്സിഡൻറ്റ് പറ്റി ഇതുപോലെ അല്ലെങ്കിൽ മോഷണം പറ്റി വണ്ടി ഫുള്ളായി നശിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ കൈവിട്ട് പോകുമ്പോഴോ നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ നമ്മുടെ IDV കുറഞ്ഞ കാരണമാണ് ഈ പ്രീമിയം കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് വളരെ കുറയും. നമുക്ക് സാധാരണ ഒരു 40-30% ലോസ് സംഭവിക്കും. അത് വണ്ടിയുടെ വാല്യൂ എത്രയാണോ അതിനനുസരിച്ച് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ബേസിലുള്ള ഡിസ്കൗണ്ട്സിനെ പറ്റിയിട്ടല്ല ഈ വീഡിയോ സംസാരിക്കുന്നത്. ഇത് ശരിക്കും ആബ്സല്യൂട്ട്ലി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഞാനിന്ന് പറയാൻ പോകുന്ന സാധനം നോ ക്ലെയിം ബോണസ്. നിങ്ങൾക്ക് ചിലർക്ക് അറിയാം നോ ക്ലെയിം ബോണസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി 3 തൊട്ട് 5 കൊല്ലം വരെ ഇൻഷുറൻസ് വെക്കുകയും അത് തേർഡ് പാർട്ടി അല്ലാതിരിക്കണം. ബിക്കോസ് തേർഡ് പാർട്ടിക്ക് ഒരിക്കലും നോ ക്ലെയിം ബോണസ് കിട്ടില്ല. കോംപ്രിഹെൻസീവ് അഥവാ ബമ്പർ ടു ബമ്പർ ഫുൾ കവറേജ് ഇൻഷുറൻസ് എന്നൊക്കെ കേൾക്കാറില്ലേ? ആ ഇൻഷുറൻസിലാണ് നമുക്ക് ഈ ഒരു നോ ക്ലെയിം ബോണസ് കിട്ടുന്നത്. നോ ക്ലെയിം ബോണസ് നമ്മൾ 3 തൊട്ട് 5 കൊല്ലം വരെ വണ്ടി യൂസ് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഇനി പുതുതായിട്ടൊരു വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ 50% വരെ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. ഇത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇത്ര വർഷം യൂസ് ചെയ്യണം, എന്നാൽ ഈ 50% കിട്ടുള്ളൂ. അതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വർഷം നോ ക്ലെയിം ബോണസ് എത്രത്തോളം കൂടുന്നുണ്ട് ഓരോ വർഷം നമ്മൾ പുതിയ പ്രീമിയം എടുക്കുമ്പോൾ. അപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് എത്രത്തോളം ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇതൊരു പുതിയ വണ്ടി എടുക്കുമ്പോഴാണ് നമുക്കിത് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ വില കുറയില്ല. നമ്മൾ എടുക്കുന്ന ഷോറൂമിൽ ഇൻഫോം ചെയ്യണം. അതായത് നമ്മൾ ഇതുപോലെ ഒരു വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് 5 കൊല്ലം വരെ അല്ലെങ്കിൽ ഇത്ര കൊല്ലം വരെ ഞങ്ങൾ അതിൽ ക്ലെയിം ചെയ്തിട്ടില്ല, അപ്പോൾ അതിനുള്ള നോ ക്ലെയിം ബോണസ് ഞങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് പോളിസിക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ട്രാൻസ്ഫർ ചെയ്ത് തരും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രത്തോളം പൈസ കുറഞ്ഞു കിട്ടുന്നത്. ആ ഒരു ഡിസ്കൗണ്ടാണ് നമ്മളിത് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം എന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് വലിയ ബൈക്കുകളോ അല്ലെങ്കിൽ കാറുകളോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇൻഷുറൻസ് കോസ്റ്റും അത്ര തന്നെ വലുതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു 50% അല്ലെങ്കിൽ 30% എന്ന് പറയുന്നത് വലിയൊരു സമ്മായിരിക്കും. അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ ഞാൻ പറയുന്നത് ഇത് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമല്ല, അത് യൂസ് ചെയ്യണം. ഇങ്ങനെയൊരു സാധനം നിലനിൽപ്പുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പൈസയ്ക്ക് വണ്ടിയുടെ വില തന്നെ അത്രത്തോളം കുറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു കോസ്റ്റുള്ള വണ്ടി കാറോ അല്ലെങ്കിൽ ബൈക്കൊക്കെ ആണെങ്കിൽ 5 lakhs തൊട്ടൊക്കെ ആയിരിക്കും ഇൻഷുറൻസ് വരാറ്. അങ്ങനത്തെ ഇൻഷുറൻസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ 50% പറഞ്ഞാൽ 2.5 ലക്ഷം രൂപയാണ്. അത് ഒരിക്കലും ചെറിയ സമ്മല്ല അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാതെ വിട്ട് കളയരുത്. അത് മിസ് ചെയ്യാൻ പാടില്ല. സോ അത് അത്ര എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.